നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും മോന്റെ ചോറൂണ് ചടങ്ങ് നന്നായിട്ട് നടത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അതിങ്ങനായി. വിഷമിക്കാതോ, നിന്റെ വീട്ടുകാരും ഈ വീട്ടുകാരും ഉണ്ടല്ലോ. ചിലപ്പോ നമ്മള് സച്ചി സാറിനെയും ഫാമിലിയും കൂടെ ക്ഷണിക്കും. അവര് നമ്മുടെ ബന്ധുക്കളാവാൻ പോവല്ലേ. ആ, അവരൊക്കെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനല്ലേ. ആ പിന്നെ ഞാൻ കാലത്ത് വീട്ടിൽ വിളിച്ചപ്പോ അമ്പിളി ചേച്ചി അവിടെ ഇന്ദിരേട്ടൻ വന്ന കാര്യം പറഞ്ഞു. ഞാൻ അറിഞ്ഞു. രഘുവേട്ടന്റെ ഓഫീസിൽ അനുചേച്ചിയെ ഇന്ദിരേട്ടൻ സൈൻ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അല്ല, ശബരിയേട്ടൻ അവരെ കണ്ടോ? ഞാൻ കണ്ടു. ഇന്ദിരേട്ടനും അനുചേച്ചിയും വണ്ടി കയറി പോകുന്നതാ കണ്ടത്. പക്ഷെ അവരെന്നെ കണ്ടില്ല. പിന്നെ രഘുവേട്ടൻ വിളിച്ചപ്പോഴാ കാര്യം അറിഞ്ഞത്. ആ, അനുചേച്ചി ഇന്ദിരേട്ടന്റെ വീട്ടിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അവര് തിരിച്ചുപോയി കാണോ? പിന്നെ അനുചേച്ചി സോന വിളിച്ചിട്ട് പോയതാ. ഓ, ഇന്ദിരേട്ടന്റെ അമ്മ അനുചേച്ചി വീട്ടിൽ കയറ്റി കാണോ എന്തോ. ഇന്ദിരേട്ടന്റെ കൂടെ പോയ അവർക്ക് എങ്ങനെ തടയാൻ പറ്റും? എന്തായാലും അധികം താമസിയാതെ അവര് തിരിച്ചു പോയെന്ന് അറിഞ്ഞത്. ആ ദുഷ്ട സ്ത്രീ കാരണ. അല്ലെങ്കിൽ അനുചേച്ചി ഇന്ദിരേട്ടനും സുഖമായി ജീവിച്ചു പോവായിരുന്നു. ആ അല്ല ശബരിയേട്ടാ, മോന്റെ ചടങ്ങിനെ ഇന്ദിരേട്ടനും കൂടെ ക്ഷണിച്ചാലോ? ഇന്ദിരേട്ടനെ മാത്രമായിട്ട് ക്ഷണിക്കാനോ? വേണ്ട, സത്യേട്ടനെയും സോനയും അവളുടെ ഹസ്ബൻഡിനെയും കൂടെ ക്ഷണിച്ചാലോ? പക്ഷേ സുശീലാന്റെ മാത്രം ക്ഷണിക്കരുത്. അതെങ്ങനെ ശരിയാവും ദേ? അമ്മയെ ക്ഷണിക്കാത്ത ചടങ്ങിന് ഇന്ദിരേട്ടൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ, നമുക്ക് നോക്കാന്നേ. അന്ന് ഇവിടെ വന്ന് കുറെ ജാട കാണിച്ചതല്ലേ ആ സ്ത്രീ. അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ഇവിടെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മള് മനഃപൂർവ്വം സുശീലാന്റെ അവഗണിച്ചു എന്ന് ആ സ്ത്രീക്ക് തോന്നണം. ഇന്ദിരേട്ടൻ ചടങ്ങിന് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെന്നെ. അത് വേണതേ. മനസ്സിൽ പക സൂക്ഷിക്കുന്ന സ്ത്രീയാ അവര്. വെറുതെ ആ പാമ്പിനെടുത്ത് തോളത്ത് വെക്കണോ? അതെ, ഒരു കുഴപ്പമില്ല. ആരും തിരിച്ചൊന്നും ചെയ്യാത്തോണ്ടാ ആ സ്ത്രീക്ക് ഇത്ര അഹങ്കാരം. അതിനെ നല്ലൊരു കൊട്ടു കൊടുക്കണം. അതിനെ ശബരിയേട്ടൻ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. കുടിച്ചു? അതെ, ഞാനിതൊന്ന് വാഷ് ചെയ്യാനിട്ടിട്ട് വരാം. പതിവില്ലാത്ത രീതിയിലാണല്ലോടാ കാണുന്നേ. നീ എവിടേക്കാ ഇന്ദിര രാവിലെ തന്നെ? ഷോപ്പിൽ പോണോമ്മേ. സച്ചി സാറിന്റെ കടയില് സത്തിനുള്ളതുകൊണ്ടേ നമ്മുടെ കസ്റ്റമേഴ്സ് മുഴുവൻ അങ്ങോട്ട് പോകാൻ ഇടയുണ്ട്. നമ്മളത് അനുവദിച്ചു കൊടുത്താലേ താമസിയാതെ നമ്മുടെ കട അടച്ചു പൂട്ടേണ്ടി വരും. അങ്ങനെ ഏട്ടനും അനിയനും മത്സരമായി അല്ലേ? അതെ, വിട്ടുകൊടുക്കരുത് ഇന്ദിര. എന്തായാലും ബിസിനസ്സിൽ നിന്നെ തോൽപ്പിക്കാൻ സത്യം വളർന്നിട്ടില്ല. സച്ചിയുടെ കട നീ പൂട്ടിക്കണം. കട സത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് വിട്ടു നിൽക്കുകയായിരുന്നില്ലേ. ഇപ്പോ കസ്റ്റമേഴ്സുമായിട്ട് എന്നേക്കാൾ നല്ല അടുപ്പം അവനാ. ബന്ധങ്ങളുടെ പുറത്താ ഇപ്പൊ ബിസിനസ് നിലനിൽക്കുന്നത്. പഴയതുപോലെ വീണ്ടും എല്ലാം ഒന്ന് സജീവമാക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുന്ന ലക്ഷണമാണ്. ഞാനൊന്ന് ഇറങ്ങട്ടെ അമ്മേ. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് പോ. അമ്മേ, എന്റെ മുറിയെ ദിവസം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടണേ. ഇപ്പൊ അവിടെ നല്ലൊരു ഐശ്വര്യമുണ്ട്, അത് കളയാതെ നോക്കണം. ഞാൻ കണ്ടു നിന്റെ ഭാര്യ അവിടെ ഐശ്വര്യം വെതിച്ച് പോയത്. അമ്മയ്ക്ക് വീട് നോക്കാൻ അറിയില്ലെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാനാ അവളത് ചെയ്തത്. അല്ല, അവളിവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടല്ലേ? അവൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ കിടപ്പുമുറി അടുക്കും ചുറ്റോടെ സൂക്ഷിക്കുന്ന നല്ലതല്ലേ അമ്മേ? ആരാടാ നിന്റെ മുറി അലങ്കോലാക്കിയത്? ഞാനാണോ? നീ അതിനകത്തിരുന്ന് കള്ളുകൂടി തുടങ്ങിയതിന് ശേഷമാ ഞാൻ ആ മുറി വൃത്തിയാക്കൽ നിർത്തിയത്. നീ കുടിച്ച കുപ്പി ഞാനെടുത്ത് മാറ്റണോടാ?
ഇനി ആ മുറിയിൽ കുപ്പിയും ഗ്ലാസും ഒന്നും ഉണ്ടാവില്ല. ഞാൻ അതൊക്കെ നിർത്തി. ഇനിയെങ്കിലും ഞാൻ മാറിയില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. ഇനി അമ്മയ്ക്ക് എൻ്റെ മുറി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ സോനയോട് പറഞ്ഞോളാം. ഇന്നു മുതൽ എൻ്റെ ഡ്രസ്സൊക്കെ അലക്കുന്നതും അവളാ. ഇനി അമ്മയായിട്ട് അവളെ വിലക്കാതിരുന്നാൽ മാത്രം മതി. നീ എന്താ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? കൊള്ളാവടാ, നിന്റെ ഭാര്യ നിനക്ക് നല്ല കൈവശം തന്നിട്ടാണല്ലോ പോയത്. എടാ, മുറിക്കകത്ത് നീ അവള് വല്ല കുടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ എന്നോട് ഇങ്ങനൊന്നും പറയില്ല. എൻ്റെ അമ്മേ, ശു, കൈവിഷം കൊടുത്ത് ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? ഈ കൂടോത്രം ചെയ്ത് കുടുംബം കുളം തോണ്ടിന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ മാറ്റം കുടുംബം രക്ഷിക്കാനാണ്. അമ്മയും എൻ്റെ കൂടെ നിൽക്കണം. ആ അമ്മേ, നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ ടൈമായി അമ്മേ. ആ, ഇതൊക്കെ നിനക്ക് സ്വന്തമായി ഉണ്ടായി തിരിച്ചറിവാണെങ്കിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ലേ ഇന്ദ്ര അമ്മ എന്ത് ചെയ്യുന്നത്? ശരി അമ്മേ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ശരി. ആരാ ഇത്? വരൂ, കയറി വരൂ. ഇന്ദ്രൻ കടയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അതെ. അല്ല, ധൃതിയുണ്ടോ? ഇന്ദ്രൻ്റെ കൂടെ ഉണ്ടാവുന്ന കരുതിയാ ഞങ്ങൾ രാവിലെ വന്നത്. കുഴപ്പമില്ല അങ്ങളെ, എനിക്കങ്ങനെ ധൃതിയൊന്നുമില്ല. അങ്ങള് വാ, അങ്ങോട്ട് ഇരിക്കാം. വരൂ അമ്മേ, ഇങ്ങ് വന്നേ. എന്താടാ? വരൂ വരൂ, ഇങ്ങോട്ടിരിക്കാം. വാ, ഇങ്ങോട്ടിരിക്കാം. എന്താ ഇന്ദ്ര? സുശീലയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയില്ല അല്ലേ? 10-30 കൊല്ലം മുമ്പുള്ള ദേഷ്യമല്ലേ, അതൊക്കെ കാലഹരണപ്പെട്ടു. സുധനിരിക്കെ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ പ്രതിഭേ? വേണ്ട ആന്റി, ഞാൻ ഇരിക്കുന്നില്ല. ഞാനിവിടെ ആന്റി അടുത്ത് നിന്നോളാം. ആയിക്കോട്ടെ. ഇന്ദ്രനിരിക്കെ. അല്ല, എന്താ പ്രത്യേകിച്ച്? പ്രതിഭയ്ക്ക് ജോലിയൊന്നും ആയില്ലേ? ഞാനൊരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോ അത് വിട്ടു. അത് ഞങ്ങള് ജോലിയുടെ കാര്യം പറയാനൊന്നും വന്നതല്ല ഇന്ദ്ര. പ്രതിഭ മോളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. മോളുടെ അമ്മ ബാത്റൂമിൽ വീണ് 2 ആഴ്ചയായിട്ട് കാലിൽ പ്ലാസ്റ്റിക് കിടക്കുക. എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. അതാ കല്യാണം ക്ഷണിക്കാൻ കല്യാണ പെണ്ണിനെ തന്നെ കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്താ പ്രതിഭേ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം? ഒരിക്കൽ ഞാനും അനുവും വീട്ടിൽ വന്ന് സത്യന്റെ കാര്യം പറഞ്ഞതായിരുന്നില്ലേ? അത് ഇന്ദ്രേട്ട, അവക്ക് കാത്തിരിക്കാൻ പറ്റാത്തോണ്ടൊന്നും അല്ല ഇന്ദ്ര. സത്യൻ അവന്റെ ആദ്യ ഭാര്യയുമായിട്ട് വീണ്ടും ഒരുമിച്ചില്ലേ? പിന്നെ എന്റെ മോള് കാത്തിരിക്കുന്നതില് എന്താ അർത്ഥം? അല്ല, അവരൊന്നിച്ചെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ല, നിന്നോട് സത്യൻ എങ്ങനെ പറഞ്ഞോ പ്രതിഭേ? സത്യേട്ടൻ എന്നോട് നേരിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവരെ ഒരുമിച്ച് കണ്ടപ്പോഴൊക്കെ എനിക്കങ്ങനെ തോന്നി. സത്യേട്ടൻ എന്നെ കാണുമ്പോ വല്ലാത്തൊരു വിഷമവും ജാളിതയും ഒക്കെ ആന്റി. അതൊഴിവാക്കാൻ കൂടി വേണ്ടിയാ ഞാൻ പെട്ടെന്ന് ഈ കല്യാണത്തിന് സമ്മതിച്ചത്.